മരണാനന്തര കർമ്മങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്ന് ഒന്നാം ഭാഗത്ത് പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇനി ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ശവസംസ്കാരം നടത്തുന്നതിൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 5 തിരിയിട്ട നിലവിളക്കോ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 2 തിരികൾ വീതം ഇട്ട വിളക്കോ വയ്ക്കുക. പൂജ ചെയ്യുന്ന ആളും സഹായിയും കുളിച്ച് ശുദ്ധമായി ശുഭ്രവസ്ത്രം ധരിച്ചിരിക്കണം. അഷ്ടഗന്ധം, കർപ്പൂരം, ചന്ദനം അരച്ചത്, ഇലയിൽ സാമ്പ്രാണിക്കിണ്ണം, വെറ്റില, പാക്ക്, നാളികേരം, നിറനാഴിക്ക്, നെല്ല്, അരി, പൂവ്, എണ്ണ, ദർഭ, കൂവളത്തില, പുണ്യാഹം തയ്യാറാക്കാൻ ചെറിയ മൊന്ത, കിണ്ടിയിൽ വെള്ളം, ബക്കറ്റിൽ വെള്ളം, ചാണകം, പൂജാരിക്ക് ഇരിക്കുവാൻ ആവണപ്പലക, ദർഭ എന്നിവ തയ്യാറാക്കി വയ്ക്കണം. വിളക്കിന് മുന്നിൽ കൈവെള്ള വൃത്തം ചാണകം മെഴുകി അതിൽ നെല്ലും അരിയും വിതറി 1 ചാൺ വീതം നീളമുള്ള 6 ദർഭകഷണങ്ങൾ വീതം ഇട്ട് പീഠം സങ്കല്പിക്കുക. അതിന് വലതുവശം തൂശനിലയിട്ട് ഗുരുവിനെ സങ്കല്പിച്ച് ഒരു വെറ്റിലയും പാക്കും വയ്ക്കുക. ഇടതുവശം ഗണപതിയെ സങ്കല്പിച്ച് തൂശനിലയിൽ ഒരു തേങ്ങയും നാളികേരത്തിന് വലതുവശം നിറനാഴിയും വയ്ക്കുക. അതിനുശേഷം വിളക്ക് കത്തിക്കുക. അപ്പോൾ ഈ മന്ത്രം ചൊല്ലേണ്ടതാണ്. ഓം നമ ശിവായ ശാന്ത്യാതീതാത്മനേ നമഃ. ഹൈം നമ ശിവായ ശാന്ത്യാത്മനേ നമഃ. ഹ്രും നമ ശിവായ വിദ്യാത്മനേ നമഃ. ഹ്രീം നമ ശിവായ പ്രതിഷ്ഠാത്മനേ നമഃ. ഹ്ലാം നമ ശിവായ നിവൃതാത്മനേ നമഃ എന്നിങ്ങനെ വേണം ധ്യാനിക്കേണ്ടത്. അടുത്ത ചടങ്ങ് ജലശുദ്ധിയാണ്. പൂജ തുടങ്ങുമ്പോൾ ആദ്യം ജലശുദ്ധി ചെയ്യണം. ആവണപ്പലകയിട്ട് പൂജാരി വിളക്കിന് പിന്നിൽ കിഴക്കോട്ടിരുന്ന് തറയിൽ കൈവെള്ള വൃത്തത്തിൽ ചാണകം മെഴുകി കിണ്ണത്തിൽ വെള്ളമെടുത്ത് കൈ കഴുകണം. പൂവും നെല്ലും അരിയും ചന്ദനവും കൂടി അല്പാൽപ്പം എടുത്ത് ഓം നമ എന്നു ചൊല്ലി മെഴുകിയ തറയിൽ വയ്ക്കണം. ശേഷം കിണ്ടിയിൽ വെള്ളം നിറയ്ക്കണം. 2 കൈകൊണ്ടും കിണ്ടിയെടുത്ത് അല്പാൽപ്പം ജലം വാലിൽ കൂടി വീഴ്ത്തിക്കൊണ്ട് ഓം ബ്രഹ്മകലശം, ഓം വിഷ്ണുകലശം, ഓം ഈശ്വരകലശം എന്നിങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് കിണ്ടി പൂജ ചെയ്യുന്ന ആളിൻ്റെ നെറ്റിയോളം 3 പ്രാവശ്യം പൊക്കിയിട്ട് ചാണകം മെഴുകിയ സ്ഥലത്ത് വയ്ക്കണം. എന്നിട്ട് അല്പം ചന്ദനവും പുഷ്പവും കയ്യിലെടുത്ത് ഓം ഗന്ധായ നമഃ, ഓം പുഷ്പായ നമഃ എന്ന് പറഞ്ഞ് കിണ്ടിയിലിടുക. ശേഷം വലത് കൈയുടെ മോതിരവിരലുകൊണ്ട് കിണ്ടിയിലെ ജലത്തിൽ തൊട്ട് ഈമാഹ ആപഹ ശിവാഹ സന്തു ശുഭാഹ ശുദ്ധാശ്ച നിർമ്മലാഹ പാവനാഹ ശീതളാശ്ചൈവ പൂതാഹ സൂരസ്യ രശ്മിഭിഹി എന്ന മന്ത്രം ചൊല്ലി വലത് കൈകൊണ്ട് കിണ്ടിയുടെ വായ്ഭാഗത്ത് 3 പ്രാവശ്യം വലത് കൈമുഷ്ടി ഉഴിയുക. ശേഷം കിണ്ടിവാലിൽ നിന്ന് 3 പ്രാവശ്യം അല്പം വീതം വെള്ളമെടുത്ത് ഓരോ പ്രാവശ്യവും കിണ്ടിക്കകത്തേക്ക് ഒഴിക്കുക. അതിനുശേഷം അല്പം വീതം പൂവും ചന്ദനവും നെല്ലും അരിയും എടുത്ത് ഓം ഹ്രീം ഗംഗായേ വിശ്വമുഖ്യേ ശിവാമൃതായൈ നാരായണൈ നമോ നമഃ ഓം പത്മായ നമഃ എന്ന് ചൊല്ലി ഗംഗാദേവിയെ സങ്കൽപ്പിച്ച് കിണ്ടിയിൽ ഇടുക. ഇപ്രകാരം ശുദ്ധി ചെയ്ത ജലം ശംഖിൽ നിറച്ച് ജലം മറ്റു പൂജകൾക്കും ഉപയോഗിക്കാം. ജലം കിണ്ടിയിൽ തീരുന്ന മുറയ്ക്ക് വീണ്ടും മുൻ ചൊല്ലിയ മന്ത്രങ്ങൾ ചൊല്ലി
നിറച്ചുകൊള്ളണം. ശുദ്ധി ചെയ്യുന്നതിനുള്ള പുണ്യാഹം തയ്യാറാക്കുന്ന വിധം. പൂജ ചെയ്യുന്നയാൾ പുണ്യാഹം തയ്യാറാക്കി എല്ലായിടവും തളിക്കുന്ന രീതിയുണ്ട്. മൊന്തയിൽ വെള്ളമെടുത്ത് അതിൽ നെല്ലും അരിയും ചുണ്ടപ്പൂവും ചുണ്ടയ്ക്കായും 1 ചാൺ നീളമുള്ള ദർഭകഷ്ണവും ഇട്ട് പുണ്യാഹ മന്ത്രങ്ങൾ ചൊല്ലി ദർഭകൂർമ്മം കെട്ടി അതുകൊണ്ട് 3 ഇതളുകളുള്ള തുളസിക്കഴുത്ത് അതായത് തുളസിക്കതിർ കൊണ്ട് എല്ലായിടവും തളിക്കുന്നു. അടുത്തതായി ഗുരുവിനെയും ഗണപതിയെയും ധ്യാനിക്കുന്നതാണ്. കുറേ പൂവ് കയ്യിലെടുക്കുന്നു. ഗുരുവിനെ ധ്യാനിക്കുന്നു. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്മീ ഏകം നിത്യം വിമലമചലം സർവദാ സാക്ഷിഭൂതം ഭവാതീതം ത്രിഗുണരഹിതം സദ്ഗുരോ ത്വാം നമാമി. ഇങ്ങനെ ധ്യാനിച്ച് ഗുരുഭ്യോ നമഃ എന്നും പറഞ്ഞുകൊണ്ട് വെറ്റിലപ്പാക്ക് വെച്ചിരിക്കുന്ന പീഠത്തിൽ പൂവ് സമർപ്പിക്കുന്നു. ഇനി കുറെ പൂവ് എടുത്ത് ഗണപതിയെ ധ്യാനിക്കുന്നു. ഉദ്യദ്വിഘ്നേശ്വരരുചീം നിജഹസ്തപത്മേ പാശാങ്കുശാഭയവരാൻ തതദം ഗജാസ്യം രക്താംബരം സകലദുഃഖഹരം ഗണേശം ധ്യായേത് പ്രസന്നം അഖിലാഭരണാഭിരാമം എന്ന് ചൊല്ലി ഭഗവാനെ ധ്യാനിച്ച് ഓം വക്രതുണ്ടായ ഹും എന്നു ചൊല്ലി ഗണപതി ഭഗവാനെ സങ്കൽപ്പിച്ച് നാളീകേരത്തിന് മുകളിൽ സമർപ്പിക്കുക. മരണദിവസം മറ്റ് യാതൊരു ഗണപതിയൊരുക്കും പാടില്ല. പിന്നീട് ലക്ഷ്മി ദേവിയെ ധ്യാനിക്കുക. പൂവ് കയ്യിലെടുക്കുക. ഹ്രീം നമഃ ശ്രീയൈ നമഃ എന്ന് 3 പ്രാവശ്യം ചൊല്ലി പൂവുകൾ നിറനാഴിയിൽ സമർപ്പിക്കുക. അതിനുശേഷം പവിത്രം ഉണ്ടാക്കുക. 8 അങ്കുലം നീളത്തിൽ മുനയുള്ള 4 ദർഭകഷ്ണങ്ങൾ എടുത്ത് മോതിരവളയത്തിൻ്റെ വലിപ്പത്തിൽ തുമ്പ് കെട്ടി വളയാക്കിയാൽ പവിത്രമാകും. ഈ പവിത്രം ഗുരു തൃപ്പാദങ്ങളിൽ എന്ന് സങ്കൽപ്പിച്ച് ഗുരുവിന് ഒരുക്കിയിട്ടുള്ള വെറ്റിലപ്പാക്കിൻ്റെ മുൻപിൽ വയ്ക്കുക. ശേഷം നമസ്കരിച്ച് ഗുരുവിൻ്റെ അനുവാദത്തോടെ എന്ന് സങ്കൽപ്പിച്ച് പവിത്രമെടുത്ത് വലതു കൈയുടെ വിരലിൽ ധരിച്ച് മറ്റ് കർമ്മങ്ങൾ ചെയ്യുക. ശൈവവിധിപ്രകാരം ജീവിച്ച് മരണമടഞ്ഞവർക്ക് യഥാവിധി ശിവപൂജയും അനുഷ്ഠിക്കേണ്ടതാണ്. മറ്റുള്ളവർ ശിവനെയും വിഷ്ണുവിനെയും ധ്യാനിച്ചുകൊണ്ട് ശംഖ് ജലം തറയിൽ അർപ്പിച്ചുകൊണ്ട് ഓം നമഃശിവായ, ഓം നമോ നാരായണായ ഈ മന്ത്രങ്ങൾ 3 ഉരുവി ചൊല്ലി പൂവും ചന്ദനവും അർപ്പിക്കണം. അതിനുശേഷം കർപ്പൂരം കത്തിച്ച് പൂജാസാധനങ്ങളെ ഒഴിയുക. കർപ്പൂരം കത്തിക്കുമ്പോൾ നീരാജനം വിധാസ്യാമി സന്തുഷ്ടസ്തം വിലോകയാ കർപ്പൂരം നീരാജനം സമർപ്പയാമി 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 എന്നിങ്ങനെ പറയണം. അടുത്തതായി ചെയ്യേണ്ടത് ഭൂശുദ്ധിയാണ്. ഭൂമിയെ ശുദ്ധീകരിക്കുക. മൃതദേഹം പന്തലിൽ കിടത്തി കർമ്മങ്ങൾ ചെയ്യും മുൻപ് ഭൂശുദ്ധി ചെയ്യുന്ന ചടങ്ങുണ്ട്. ഭൂമിദേവിയെ ധ്യാനിച്ച് ഭൂമിയിൽ പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ് ഇത്. ദഹിപ്പിക്കുന്നതിന് സ്ഥലം തയ്യാറാക്കിയ ശേഷവും കുഴിച്ചിടുന്നതിന് മുൻപും ഭൂശുദ്ധി ചെയ്യണം. പിതൃകർമ്മം ചെയ്യുന്നയാൾ കുളിച്ച് ഈറനണിഞ്ഞു വന്ന് വലതു കൈയുടെ അണിവിരലിൽ പവിത്രമിടണം. മൃതദേഹത്തിൻ്റെ വലതുവശം ഇടത്തെ കാൽമുട്ട് മടക്കി തെക്കോട്ട് അഭിമുഖമായി ഇരിക്കണം. അയാളുടെ ഇടതുവശം പൂവ്, ജലം, അക്ഷതം ഇവ വയ്ക്കണം. നെല്ല്, അരി ഇവയാണ് അക്ഷതം കൊണ്ട് സൂചിപ്പിക്കുന്നത്. പുണ്യാഹ മൊന്തയോ കിണ്ടിയോ മുന്നിൽ വെച്ച് അതിൽ ദർഭയോ തുളസിക്കഴുത്തോ ഇട്ട് ത്രിമൂർത്തികളെ മനസ്സിൽ കണ്ട് പൂജാരി ചൊല്ലുന്ന താഴെ പറയുന്ന ഋക്കുകൾ
കേട്ടു ചൊല്ലണം. പാത്രത്തിലെ വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് ദർഭ കൊണ്ടോ തുളസി തല കൊണ്ടോ കർമ്മം ചെയ്യുന്നയാൾ സ്പർശിച്ചിരിക്കണം. ഇപ്രകാരമാണ് ആ ഋക്കുകൾ. ശ്രദ്ധിക്കുക. പ്രാണ അപാന ഉദാന സമാന മേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജ വിപാത്മാ ഭൂയാസം സ്വാഹ. വാങ് മനഃചക്ഷുശ്രോത്ര ഘ്രാണ ജിഹ്വാതേരേത ബുദ്ധ്യാങ്കൃതി സങ്കൽപ്പമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജ വിപാത്മാ ഭൂയാസം സ്വാഹ. ശിരഃ പാണി പാദ പാർശ്വ പൃഷ്ഠ ഊരു ഉദര ജംഘ ശിശ്ന ഉപസ്ഥ പായവോ മേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജ വിപാത്മാ ഭൂയാസം സ്വാഹ. ത്വക്ക് ചർമ്മ മാംസം രുധിരമോദ മേധാമജ്ഞ അസ്ഥീനി മേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജ വിപാത്മാ ഭൂയാസം സ്വാഹ. ശബ്ദ സ്പർശ രൂപരസഗന്ധ മേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജ വിപാത്മാ ഭൂയാസം സ്വാഹ. പൃഥിവീ അപ് തേജോ വായു ആകാശോ മേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജ വിപാത്മാ ഭൂയാസം സ്വാഹ. മനോബുദ്ധി അഹങ്കാരചിത്തം മേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജ വിപാത്മാ ഭൂയാസം സ്വാഹ. ഇത് 3 പ്രാവശ്യം ജപിച്ച് ദർഭ കൊണ്ടോ തുളസിത്തലപ്പ് കൊണ്ടോ മൃതദേഹത്തിൽ തളിക്കണം. അതിനുശേഷം കർമ്മം ചെയ്യേണ്ടയാളെ കൊണ്ട് പൂവും ചന്ദനവും അക്ഷതവും കയ്യിലെടുപ്പിച്ച് ഇനി പറയുന്നത് പൂജാരി പറഞ്ഞു കൊടുക്കണം. ഇന്ന നാളിൽ മരണപ്പെട്ട ഇന്ന പേരുള്ള ഇദ്ദേഹത്തിൻ്റെ സായുജ്യപ്രാപ്തിക്ക് വേണ്ടി സർവേശ്വര പ്രീതിക്കായിട്ട് എൻ്റെ പിതാവ് അല്ലെങ്കിൽ മാതാവിന് അല്ലെങ്കിൽ അമ്മാവന്, അത് സന്ദർഭാനുസരണം പറയാം, ഞാൻ പുഷ്പ അക്ഷതങ്ങൾ അർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് പൂവും അക്ഷതവും മൃതദേഹത്തിൽ 3 പ്രാവശ്യം സമർപ്പിക്കുന്നു. ഓരോ പ്രാവശ്യവും അർപ്പിച്ചു കഴിഞ്ഞ ശേഷം കൈ കഴുകണം. അതിനുശേഷം കുറച്ച് പൂവെടുത്ത് അപ്രദക്ഷിണമായി മൃതദേഹത്തിൻ്റെ ഇടതുവശം വന്ന് മൃതദേഹത്തിൽ പുഷ്പങ്ങളിട്ട് തൊഴുത് മാറി നിൽക്കണം. മരിച്ചയാളിൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആദ്യം അവർ കൈ കഴുകി കുറേ പൂവെടുത്ത് മൃതദേഹത്തിൻ്റെ തലയ്ക്കൽ വരുമ്പോൾ അതിൽ അർഘ്യമിതം പാദ്യമിതം ആചമനമിതം എന്ന് പറഞ്ഞ് പൂജാരി ശംഖിൽ നിന്ന് അല്പം മാത്രം ജലം വീഴ്ത്തുക. പിന്നീട് ആ പൂക്കൾ മൃതദേഹത്തിൻ്റെ കാൽക്കൽ വന്ന് നിന്ന് മൃതദേഹത്തിൽ അർപ്പിച്ച് പ്രദക്ഷിണം ചെയ്ത് മാറുക. ശേഷം കൈ കഴുകുക. ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും അപ്രകാരം ചെയ്യാവുന്നതാണ്. മുൻപ് വായ്ക്കരി എന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. സൗകര്യാർത്ഥം അത് ലോപിച്ചാണ് പൂവിടുന്ന രീതി ഇപ്പോൾ നിലവിലുള്ളത്. വായ്ക്കരി ഇടണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ ചടങ്ങുകൾ ആണ്. പൂക്കൾ അർപ്പിച്ച ശേഷം കോടിയിടുന്ന ചടങ്ങുണ്ട്. മൃതദേഹത്തിൻ്റെ കിഴക്ക് വശം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കോടി നിവർത്തി ആരുടെ കോടി എന്ന് പറഞ്ഞ് ഇടതുവശം തിരിഞ്ഞ് കോടി ഇടുക. ആദ്യം വീട്ടുകൂടി, രണ്ടാമതായി പിതൃവിൻ്റെ അനന്തരവൻ കോടിയിടണം. പിന്നെ ഭാര്യ പിതൃ കുടുംബങ്ങൾ കോടിയിടുന്നു. പെൺമക്കളുടെ ഭർത്തൃകുടുംബ കോടി, ആൺമക്കളുടെ ഭാര്യാ കുടുംബ കോടി, അറിഞ്ഞും അറിയാത്തവരുമായ ആളുകളുടെ കോടി, ഏറ്റവും അവസാനം സമുദായ കോടി. ഇങ്ങനെയാണ് കോടിയിടേണ്ടത്. കോടിയുടെ പട്ടുകോടിയുണ്ടെങ്കിൽ അതിൻ്റെ തലപ്പ് വീതിയുള്ള ഭാഗം അത്രയും തന്നെ നീളം വരത്തക്ക വിധം മുറിച്ചെടുത്ത് പച്ചപ്പന്തലിൽ തൂണിൽ കെട്ടിവെക്കണം. മരണാനന്തര ബലികർമ്മങ്ങൾക്ക് വേണ്ടിയാണിത്. പിന്നീട്
മൃതദേഹം എടുത്ത് തയ്യാറാക്കി വച്ചിരിക്കുന്ന തണ്ടിൽ കിടത്തി 4 ആളുകൾ ചേർന്ന് എടുക്കുക. കർമ്മം ചെയ്യേണ്ടയാൾ ഒരു കിണ്ടിയിൽ വെള്ളം നിറച്ച് തലയിൽ വെച്ച് കിണ്ടിവാൽ പിറകിലാക്കി പിടിക്കണം. ഒരു പുത്തൻ കലത്തിൽ വെള്ളം നിറച്ചും തലയിലേറ്റാം. കിടത്തിയിരിക്കുന്ന സ്ഥലത്തു നിന്നും അപ്രദക്ഷിണമായി സംസ്കാര സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. കുടം അല്ലെങ്കിൽ കിണ്ടി തലയിൽ വെച്ചിരിക്കുന്നയാൾ കിണ്ടിയിൽ നിന്നില്ലെങ്കിൽ അല്പാൽപം ജലം പിറകോട്ട് വീഴത്തക്ക വിധം കിണ്ടി ചരിച്ചു പിടിച്ചുകൊണ്ടിരിക്കണം. കുടമാണെങ്കിൽ വെട്ടുകത്തി കൊണ്ട് കുടം ചെറുതായി പൊട്ടിച്ച് വെള്ളം വീഴ്ത്തി പോകണം. കുഴിക്ക് അല്ലെങ്കിൽ ചിതയ്ക്ക് 3 വലത്ത് വെച്ച് മൃതദേഹം മാറ്റിവെക്കണം. ശേഷം കുഴിക്ക് അല്ലെങ്കിൽ ദഹിപ്പിക്കുന്ന സ്ഥലത്ത് കിണ്ടിയിൽ വെള്ളവുമായി പൂജാരി എത്തി ഇപ്പറയുന്ന സ്തോത്രങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലണം. വിഷ്ണു ശക്തി സത്ഭൂതേ ശംഖവർണമഹീതലേ അനേകരത്ന സംജന്യേ ഭൂമിദേവി നമോസ്തുതേ. അപസർപ്പന്തു യേ ഭൂതായേ ഭൂതഭൂമി സംസ്ഥിത യേ ഭൂതാ വിഷ്ണുകർത്താര സ്നേഹച്ചുരന്തു ശിവാജ്ഞയാ പൃഥ്വീത്വയാ ത്രിധാ ലോകം ദേവീത്വം വിഷ്ണുനാ ത്രിധാത്വം ച ധാരായാം ദേവി പവിത്രം കുരു ച ആസനം എന്ന് ധ്യാനിച്ച് കർമ്മം ചെയ്യുന്ന ആളെക്കൊണ്ട് താഴെ പറയുന്നവ ചൊല്ലി പുഷ്പ അർച്ചനം ചെയ്യിക്കണം. ആദി കൂർമായ നമഃ, അനന്തായ നമഃ, നാഗാസനായ നമഃ, ഗരുഡാസനായ നമഃ, പത്മാസനായ നമഃ, സാധ്യസിദ്ധാസനായ നമഃ. പിന്നീട് പൂജാരി പുണ്യാഹം തളിക്കണം. അതിനുശേഷം മൃതദേഹം ദഹിപ്പിക്കാൻ തയ്യാർ ചെയ്യാം, അല്ലെങ്കിൽ കുഴിയിൽ ഇറക്കി വയ്ക്കാം. ചന്ദനം, തുളസിക്കമ്പ്, പ്ലാശ്, അരയാൽ എന്നീ വിറകുകളാണ് ചിതയ്ക്ക് ശ്രേഷ്ഠം. ചിതയിൽ കയറ്റിയ മൃതശരീരത്തെ പിന്നീട് പ്രേതമെന്നാണ് വിളിക്കുക. ദർഭകൾ കൂട്ടി വിളക്കിൽ നിന്ന് കത്തിച്ച് ചിതയിൽ അഗ്നി വളർത്താം. കർമ്മം ചെയ്യേണ്ട ആളാണ് ചെയ്യേണ്ടത്. അഗ്നി ദർഭയിൽ ആവാഹിച്ച് ചിതയ്ക്ക് 1 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് അഗ്നി കൊളുത്താം. ക്രവ്യാഗ്നി എന്ന അഗ്നിയുണ്ടാക്കി അതിൽ നിന്നു വേണം ചിതയ്ക്കുള്ള അഗ്നി എടുക്കാൻ എന്നാണ് നിയമമെങ്കിലും ദേശകാല അവസ്ഥകൾക്കനുസരിച്ച് അഗ്നി കൊളുത്താവുന്നതാണ്. ദഹനശേഷം കർമ്മം ചെയ്യുമ്പോൾ കുളിച്ച് ശുദ്ധനായി തിലോദകം ചെയ്ത് കൂവളത്തില ഭക്ഷിച്ച് മൃതവശഗതനായ വ്യക്തിയുടെ ഗുണഗണങ്ങൾ വാഴ്ത്തണം. ഇനി കുഴിയിൽ അടക്കമാണെങ്കിൽ മൃതദേഹം കുഴിക്കരിയിൽ കൊണ്ടുവന്ന് ഭൂമി പൂജ ചെയ്യുക. അതിനുശേഷം മൃതദേഹം പെട്ടിയിൽ കുഴിയിൽ അടക്കം ചെയ്യുക. ഉപ്പ്, കർപ്പൂരം ഇവയും കുഴിയിൽ നിക്ഷേപിക്കാം. കുഴി മൂടിയ ശേഷം നീണ്ട പച്ച ഓല വെട്ടി ചുവട് വടക്കും തലപ്പ് തെക്കും വരക്കത്തക്ക വിധം ഇടുക. അതിനു മുകളിൽ ഇരുവശങ്ങളിലും നടുക്കും ഓരോ തൂമ്പ മണ്ണ് വയ്ക്കുക. ഒരു കരിക്ക് മോടം വെട്ടി നടുക്ക് സ്ഥാപിക്കുക. പിന്നെ കർമ്മം ചെയ്യുന്നയാൾ തലയിൽ പുതു മൺകുടം വെച്ച് അതിൻ്റെ പിന്നിൽ വെട്ടുകത്തി കൊണ്ട് പൊട്ടിച്ച് വെള്ളം വീഴ്ത്തിക്കൊണ്ട് 3 പ്രാവശ്യം കുഴിയെ പ്രദക്ഷിണം വയ്ക്കുക. ഒടുവിൽ തലയുടെ ഭാഗത്തു വന്ന് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് പിറകോട്ട് കുടം ഇട്ട ശേഷം തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് പോയി കുളിച്ച് ശുഭ്രവസ്ത്രം ധരിക്കുക. ഇത്രയുമാണ് മരണാനന്തര ചടങ്ങുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഒരു വ്യക്തി മരിക്കുമ്പോൾ ചില നാളുകളുടെ അടിസ്ഥാനത്തിൽ ചില ഗുണദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിലൊന്നാണ് വസുപഞ്ചകം. അവിട്ടം നാൾ 30 നാഴിക കഴിഞ്ഞ് രേവതി നാളിൻ്റെ അവസാനം വരെ ഉള്ള നാളുകളിൽ മരണപ്പെട്ടാൽ വസുപഞ്ചകം എന്ന ദോഷമുണ്ട്. ഈ ദോഷം വരുന്നെങ്കിൽ മൃതദേഹം ദഹിപ്പിക്കരുത്. ദഹിപ്പിക്കണമെങ്കിൽ പരിഹാരക്രിയകൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം. ശവസംസ്കാരം കഴിയും വരെ ആ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യരുത്. മോർച്ചറിയിൽ ആണ് ശവശരീരമെങ്കിൽ ഇത് ബാധകമല്ല.
മരണം കഴിഞ്ഞ് 4-ാം ദിവസം സഞ്ചയനം നടത്താം. സഞ്ചയന ദിവസം ശ്മശാനത്തിൽ ചെന്ന്, അല്ലെങ്കിൽ ദഹിപ്പിച്ച മൃതദേഹമാണെങ്കിൽ ആ സ്ഥലത്ത് ശ്മശാനവാസികൾക്കായുള്ള മാപ്പുബലി യമായത്വേദി എന്ന മന്ത്രസഹിതം നടത്തണം. ചിതയിൽ ആദ്യം പാലും പിന്നീട് ജലവും തളിക്കണം. പിന്നീട് കലശപാത്രങ്ങളിൽ അസ്ഥികഷ്ണങ്ങൾ സംഭരിക്കണം. അവ പാൽ, വെള്ളം ഇവയിൽ കഴുകി മൺപാത്രത്തിൽ ഇടണം. പിന്നീട് ശ്രാദ്ധകർമ്മങ്ങൾ പൂജാരിയെക്കൊണ്ട് ചെയ്യിക്കണം. അതിനുശേഷം 10 ദിവസങ്ങളിൽ ബലി നടത്തണം. ചിത നിരത്തി മണ്ണിട്ട് അവിടെ ഒരു തെങ്ങ് വയ്ക്കുന്ന പതിവുണ്ട്. ദഹനം ക്രിമിറ്റോറിയത്തിലാണെങ്കിൽ ചിതാഭസ്മകലശം വെച്ച് പിണ്ടക്രിയകളും ബലിയും നടത്താം. പുലകുളിയുടെ ചടങ്ങുകൾ ബ്രാഹ്മണനെ കൊണ്ടോ പൂജയറിയാവുന്ന ആളെ കൊണ്ടോ ചെയ്യിക്കാം. ബലിയിലൂടെ ശുദ്ധമാക്കാൻ ശ്രമിക്കുന്ന അശുദ്ധ പിണ്ടത്തെ ആവാഹിക്കുന്ന ക്രിയകളും പിന്നീട് പ്രേതത്തെ ശുദ്ധമാക്കുന്ന ശുദ്ധപിണ്ഡ ക്രിയയുമാണ് ക്രിയകൾ. ശവസംസ്കാര ദിവസവും ബലി അവസാനിക്കുമ്പോഴും പൂജാരിക്ക് ദക്ഷിണ നൽകണം. വ്യക്തി മരിച്ചാൽ ബന്ധുക്കൾ പുല ആചരിക്കുന്നു. ബ്രാഹ്മണന് 10 നാളും മറ്റുള്ളവർക്ക് 16 നാളുകളുമാണ് പുല. ഗരുഡ പുരാണത്തിലും മനുസ്മൃതിയിലും 30 ദിവസം പുല ആചരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ സൗകര്യാർത്ഥം ശേഷക്രിയ തുടങ്ങിയ പിണ്ടകർമ്മങ്ങൾക്ക് അർഹതയുള്ളവർക്ക് 10 ദിവസം മതി എന്നാണ് നിശ്ചയം. പുലകുളി നടത്തുന്ന പക്ഷം ആ ദിവസം വരെ പുല ആചരിച്ചു വരുന്നുണ്ട്. 16 ദിവസം. ബന്ധുവിൻ്റെ മരണവാർത്ത അറിഞ്ഞാൽ മരണ ദിവസം മുതൽ അന്നുവരെ എത്ര ദിവസം കഴിഞ്ഞുവോ അതിനു ബാക്കി 10 ദിവസമാകാൻ എത്ര ദിവസമുണ്ടോ അത്രയും ദിവസം പുല ആചരിച്ചാൽ മതി. 10 ദിവസം കഴിഞ്ഞാണ് കേട്ടതെങ്കിൽ അന്നു മുതൽ 3 ദിവസം പുല ആചരിക്കണം. 1 വർഷം കഴിഞ്ഞാണ് മരണവാർത്ത കേട്ടതെങ്കിൽ 1 ദിവസം പുല ആചരിച്ചാൽ മതി. പല്ലുമുളയ്ക്കാത്ത കുഞ്ഞു മരിച്ചാൽ അന്ന് കുളിക്കുന്ന സമയം വരെ പുല ആചരിച്ചാൽ മതി. 6 മാസത്തിനകമുള്ള ഗർഭാവസ്ഥയിൽ ഗർഭമായ മാസത്തിൻ്റെ കണക്കനുസരിച്ച് അത്രയും ദിവസം പുല ആചരിക്കണം. മരണം ഗർഭമുണ്ടായി 6 മാസം കഴിഞ്ഞാണെങ്കിൽ 10 ദിവസം പുല ആചരിക്കണം. വിവാഹം കഴിഞ്ഞുള്ള സ്ത്രീയുടെ പുല മാത്രമേ ഭർതൃ കുടുംബക്കാർക്കുള്ളൂ.